ധനുഷ്കോടിയിലാണ്. ഇപ്പോൾ ധനുഷ്കോടിയിൽ ഞങ്ങൾ അതിരാവിലെ വന്നു. ഇവിടുത്തെ സൂര്യോദയം കണ്ടിട്ടുള്ള ഒരു ദിൽപ്പാണിത്. തമിഴ്നാടിൻ്റെ ഒരു കിഴക്കൻ ഭാഗത്താണ് ഈ ധനുഷ്കോടി ഉള്ളത്. അത് ശ്രീലങ്കയോട് ഏറ്റവും അടുത്ത് കിടക്കുന്ന ഒരു സ്ഥലമാണ് ധനുഷ്കോടി. ഇവിടെ നിന്ന് വെറും 18 കിലോമീറ്റർ ദൂരം മാത്രമാണ് ശ്രീലങ്കയിലേക്കുള്ളത്. ഇപ്പോൾ ഞങ്ങൾ വന്ന ഇന്നത്തെ ദിവസത്തിന് ഒരു പ്രത്യേകതയുണ്ട്. ശ്രീലങ്കയിലേക്ക് കപ്പൽ യാത്ര ആരംഭിക്കുന്ന ഒരു ദിവസമാണെന്ന്. ഇന്ന് മുതൽ നാഗപട്ടണത്തിൽ നിന്ന് ജാഫ്ന ഭാഗത്തുള്ള ഒരു പോർട്ടിലേക്ക് കപ്പൽ സർവീസ് ആരംഭിക്കുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾ ഇന്ന് വന്നതിൻ്റെ ഒരു പ്രധാന കാരണം നാഗപട്ടണത്ത് പോയി ശ്രീലങ്കയിലേക്ക് അങ്ങനെ പോകാം എന്നുള്ളതിൻ്റെ ഡീറ്റെയിലും കൂടി അന്വേഷിക്കണം. അതുകൊണ്ടാണ് ഞങ്ങളിവിടെ എത്തിയിട്ടുള്ളത്. എൻ്റെ സുഹൃത്തുക്കളായിട്ടുള്ള ഒല്ലൂരിൽ നിന്നുള്ള ജെറീഷ് ഉണ്ട്, ഔസേപ്പേട്ടുണ്ട്, പീറ്റർ ഏട്ടറുണ്ട്. അങ്ങനെ ഞങ്ങളുടെ ഒരു ചെറിയൊരു സംഘമാണ് ഞങ്ങളിവിടെ വന്നിരിക്കുന്നത്. അപ്പോൾ ഞങ്ങൾ രാവിലെ ഇങ്ങോട്ട് കടന്നു വരുന്ന സമയത്ത് നമുക്ക് ഏകദേശം 6 മണിക്ക് ശേഷമാണ് ഇങ്ങോട്ട് വണ്ടികൾ കടത്തി വിടുള്ളൂ. ധനുഷ്കോടിനെ പലരും പ്രേത നഗരം എന്നൊക്കെ വിളിക്കുന്നുണ്ട്. കാരണം ഇവിടെ പാസ്പോർട്ട് ഓഫീസ്, സ്കൂള്, ബാങ്ക് ഇങ്ങനെയുള്ള എല്ലാവിധ സംവിധാനങ്ങളും ഒരു കാലത്തുണ്ടായിരുന്നു. 1964 ഉണ്ടായ ആ വലിയ ഒരു തിരമാലകൾ വന്ന് ഇതിൽ വന്നുകൊണ്ടിരിക്കുന്ന ട്രെയിൻ പോലും കടലിലേക്ക് എടുക്കുകയും 100 കണക്കിന് ആളുകൾ മരിക്കുകയും ചെയ്ത ഒരു സംഭവമുണ്ട്. അതിനുശേഷം ഈ ധനുഷ്കോടി ഉപേക്ഷിക്കപ്പെട്ട നിലയിലായിരുന്നു. പിന്നീട് അതൊരു ടൂറിസത്തിൻ്റെ ഭാഗമായിട്ട് ഇവിടേക്കൊക്കെ ആളുകൾ വരാൻ തുടങ്ങി. ഇന്ത്യ വൻകരയും ഈ രാമേശ്വരം എന്ന് പറയുന്ന ദ്വീപിനെയും ബന്ധിപ്പിക്കുന്ന പാലമാണ് പാമ്പം പാലം. ഈ പാമ്പം പാലം 1964 തകർന്നു കഴിഞ്ഞപ്പോൾ അത് പുനരുദ്ധരിക്കാനുള്ള അതിൻ്റെ ചുമതല കൊടുത്തത് നമ്മളുടെ ഇ ശ്രീധരൻ സാറിനായിരുന്നു. വർഷങ്ങളെടുക്കുമെന്ന് കരുതിയിരുന്ന ആ ഒരു പ്രൊജക്റ്റ് വെറും 6 മാസം കൊണ്ടാണ് അദ്ദേഹം പൂർത്തീകരിച്ചത്. ഇത് ധനുഷ്കോടിയിലൊരു കിണറാണ്. ഈ ധനുഷ്കോടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ചുറ്റും കടലാൽ ചുറ്റപ്പെട്ട് കിടക്കുന്നു. നടുക്കോട് ചെറിയൊരു റോഡ് മാത്രം. അങ്ങനെ ചുറ്റപ്പെട്ട് കിടക്കുന്ന സ്ഥലത്തുള്ളൊരു കിണറാണ്. പക്ഷേ ഇതിലൊരു പ്രത്യേകത എന്ന് പറയുന്നത് ഈ വെള്ളത്തിന് ഉപ്പ് രസമൊന്നുമില്ല. നമ്മുടെ സാധാരണ വെള്ളം കുടിക്കുന്ന പോലെ കുടിക്കാം. ഇപ്പോൾ ഇവിടെയുള്ള ആളുകളെല്ലാം ഇതിൽ നിന്നാണ് വെള്ളം എടുത്തിട്ട് കുടിക്കുന്നത്. ധനുഷ്കോടിയിലെ ദേവാലയത്തിൽ ഒരിക്കൽ ബലിയർപ്പിച്ചിരുന്ന ബലിപീഠമാണ് കാണുന്നത്. ഈ സുനാമിയെ തുടർന്ന് ഇതെല്ലാം തകർന്ന് തരിപ്പണായി. പിന്നീട് ഇതൊരു പുനരുദ്ധരിച്ചില്ല. കാരണം വലിയൊരു ദുരന്തത്തിന് ശേഷം ഇവിടേക്ക് ആളുകൾ വരാതെയായി. വർഷങ്ങളോളം ആരും തന്നെ ഇങ്ങോട്ട് തിരിഞ്ഞു നോക്കാതെ ഇതൊരു പ്രേതഭൂമി എന്ന പേരിലാണ് പിന്നീടേക്കും അറിയപ്പെട്ടത്. അതുകൊണ്ട് തന്നെ ആരും ഇങ്ങോട്ട് വന്നിരുന്നില്ല. പിന്നീട് ഒരു ടൂറിസത്തിൻ്റെ ഭാഗമായിട്ടാണ് ആളുകൾ ഇങ്ങോട്ടേക്ക് വരാനായിട്ട് തുടങ്ങിയത്. ഇപ്പോൾ ഇവിടെ കുറേ കുടിലുകളൊക്കെയും കുത്തി ആളുകൾ താമസിക്കുന്നുണ്ട്. അതേപോലെ തന്നെ മത്സ്യബന്ധനം നടത്തുന്നുണ്ട്. ഇപ്പോൾ ചെറിയൊരു വ്യത്യാസം ഇപ്പോൾ ഇവിടെ വരുത്തിയിരിക്കുന്നത്, നമ്മൾ ഈ പള്ളിക്ക് ചുറ്റും നമുക്കിത് നടന്ന് കാണാവുന്ന രീതിയിൽ ഒരു മരം കൊണ്ട് അടിച്ചിട്ടുള്ള ഒരു പ്ലാറ്റ്ഫോം ചെയ്തിട്ടുണ്ട്. അതിപ്പോൾ ഈ അടുത്ത കാലത്തായിട്ട് വന്നിട്ടുള്ള ഒരു മാറ്റാണ്. പക്ഷേ മുൻകാലങ്ങളിൽ ഇതിൻ്റെ ചുറ്റിലും ഒറ്റ കുടിലുകളോ കാര്യങ്ങളോ കച്ചവട സ്ഥാപനങ്ങളോ ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് ഈ പള്ളിയുടെ ഒരു പൂർണ്ണമായിട്ടുള്ള ഒരു പിക്ചർ നമുക്ക് മുൻകാലങ്ങളിൽ കിട്ടിയിരുന്നു. ഇതിന് അരച്ചിൽമുന എന്നാണ് ഈ ഞാനിപ്പോൾ നിൽക്കുന്ന സ്ഥലത്തെ പറയുക. അപ്പോൾ ഇവിടെ ഹിന്ദു ആചാരപ്രകാരം അവർ ബലിതർപ്പണം നടത്തുന്ന ഒരു സ്ഥലമാണ്. ഇപ്പോൾ ഇവിടെ എൻ്റെ പുറകിലായിട്ട് കുറച്ച് പേര് ബലിതർപ്പണം നടത്തുന്നതൊക്കെയും കാണാനായിട്ട് സാധിക്കും. ഇത് ധനുഷ്കോടിയിലെ അശോക സ്തംഭമാണ്. ഇത് ശ്രീലങ്കയോട് ഏറ്റവും അടുത്ത് കിടക്കുന്ന ഇന്ത്യയുടെ ഒരു പോർഷനാണ് ധനുഷ്കോടി. 30 കിലോമീറ്ററിന് അടുത്തുണ്ട് രാമേശ്വരത്ത് നിന്ന് ഇവിടേക്ക് വരാനായിട്ട്. ഇപ്പോൾ വളരെ മനോഹരമായ രീതിയിൽ റോഡെല്ലാം പണിത് ആ റോഡിൻ്റെ ഒരു നടുഭാഗത്ത് ഒരു റൗണ്ട് ഷേപ്പിലാണ് ഈ പറയുന്ന അശോകസ്തംഭം സ്ഥാപിച്ചിരിക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ കടലിൻ്റെ ഉള്ളിലേക്ക് നീണ്ടു നിൽക്കുന്ന ഒരു പാലം പോലെയാണ് ഈ റോഡ് ശരിക്കും നിൽക്കുന്നത്. കേരളത്തിൽ നിന്ന് വരികയാണെങ്കിൽ ഏകദേശം കേരളത്തിൻ്റെ നേരെ എതിർവശത്ത് കിഴക്ക് ഭാഗത്ത് ഇന്ത്യയുടെ നമ്മൾ മാപ്പ് എടുക്കുന്ന സമയത്ത് കേരളത്തിൻ്റെ ഓപ്പോസിറ്റ് സൈഡായിട്ടുള്ള തമിഴ്നാടിൻ്റെ കിഴക്കൻ പ്രദേശത്താണ് രാമേശ്വരം വരുന്നത്. ഈ കാണുന്നതാണ് രാമേശ്വരം ഹാർബർ. രാമേശ്വരത്തുള്ള എല്ലാ മീൻപിടുത്തക്കാരും മീൻപിടുത്തത്തിന് പോകുന്നതും തിരിച്ചു വരുന്നതും മീൻ വിൽക്കുന്നതുമായിട്ടുള്ള സ്ഥലമാണ് ഇത്. രാമേശ്വരം പാമ്പൻ പാലത്തിൻ്റെ മുകളിൽ നിന്നുള്ള ഒരു കാഴ്ചയാണിത്.